ഹലോ അവർ ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കത്രിക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ കത്രിക്ക എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല, എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. സാമ്പാറിൽ എവിടെ കണ്ടാലും ശത്രുവായിട്ടാണ് കത്രിക്കയെ കാണുന്നത്, അതുപോലെ തന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലും. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് ഒരു കത്രിക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കത്രിക്ക വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ കത്രിക്കയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു. കത്രിക്ക എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് കേടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി നല്ല നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കത്രിക്ക എന്ന് പറയുന്നത് ചെറിയൊരാളൊന്നും അല്ല കേട്ടോ. മറ്റു പച്ചക്കറികളെ പോലെ തന്നെ ഒരുപാട് ഫൈബറും കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പം നമ്മൾ അതിലോട്ട്, അതായത് ആ കത്രിക്കയിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ നമ്മൾ ഗരം മസാല ആണ് കേട്ടോ ഇടുന്നത്. ഗരം മസാല ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ മതി. പിന്നെ നമ്മളിടുന്ന കുറച്ച് മീറ്റ് മസാല ആണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു മീറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ മസാലകളൊക്കെ ആ ബ്രിഞ്ചോളിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കുക. ആ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായിട്ട് നമുക്ക് അതിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഓരോന്നായിട്ടൊന്നും ഇടേണ്ട, എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ടാൽ മതി. ഒരുപാട് കാൽഷ്യവും പൊട്ടാസ്യവും ഒക്കെ ഉള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ വാട്ടർ നിലനിർത്തുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ മസാലകളൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ മസാലകൾ കരിഞ്ഞാൽ പിന്നെ അങ്ങ് ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വറുത്തതൊക്കെ കഴിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ബ്രിഞ്ചാളിൻ്റെ ടേസ്റ്റാണെന്ന് പോലും തോന്നത്തില്ല, അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.